നമസ്കാരം, ഇത് IBN മലയാളം. കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ 1960 സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. വാഗ അട്ടാരി അതിർത്തി അടയ്ക്കും. കൃത്യമായ രേഖകളോടെ അതിർത്തി കടന്നവർക്ക് മെയ് 1 മുമ്പ് തിരിച്ചെത്താം. പാക് പൗരന്മാർക്ക് നൽകിയ വിസ ഇനി നൽകില്ല. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കില്ല. സിന്ധു നദീജല സംവിധാനത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രതിവർഷം 39 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമൊഴുക്കുന്ന സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജലം പങ്കിടുന്നത് നിയന്ത്രിക്കുന്ന ഈ ഉടമ്പടി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലും സഹകരണത്തിന്റെ പ്രതീകമായി വളരെ കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇനി എന്താണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ഇരുട്ടടിയായ സിന്ധു നദീജല കരാർ എന്ന് നോക്കാം. രാഹുൽ ഗാന്ധി തന്റെ മാർഗദർശിയെന്ന് മിനിറ്റിന് വിളിച്ചോതുന്ന മുതുമുത്തശ്ശൻ നെഹ്റു ഇന്ത്യക്ക് പ്രതികൂലമായും പാകിസ്ഥാന് ഗുണകരമായും ചെയ്തു വെച്ച മറ്റൊരു രാജ്യവിരുദ്ധ കെണിയാണിത്. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദിയിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. അന്ന് ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഐതിഹാസിക ഉടമ്പടി ഒപ്പുവെച്ചിരുന്നത്. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഏകദേശം 99 ബില്യൺ കുബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ജലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരുന്നത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം 30% മാത്രം ഇന്ത്യക്കും ബാക്കി 70% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളായിട്ട് പോലും വലിയ വിട്ടുവീഴ്ചയും സഹായവുമാണ് നെഹ്റു ഈ കരാർ വഴി പാകിസ്ഥാന് നൽകിയിരുന്നത്. 1960 ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സൈനിക സംഘടനകൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇന്ദിരാഗാന്ധി അടക്കം ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ 65 വർഷത്തിനു ശേഷം നടത്തിയിരിക്കുന്നത്. ആയുധമേന്താത്ത പാകിസ്ഥാനെതിരായ സർവനാശത്തിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണിത്. സത്യത്തിൽ പാകിസ്ഥാനികളുടെ കുടിവെള്ളവും ഭക്ഷ്യധാന്യ ഉൽപാദനവും മൊത്തത്തിൽ മുട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ പൂർണ്ണമായ രൂക്ഷ വളർച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത്. അതോടെ പഞ്ചാബ് പ്രവിശ്യയിൽ ഭൂഗർഭ ജലനിരപ്പും കുറയും, കൃഷി നശിക്കും, കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടേണ്ട ഗതിയിലാവും. സിന്ധു നദിയിലെ ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ മുഴുവൻ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ്. അതാണ് ഇനി തടസ്സപ്പെടുക. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനിൽ ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും കൂടി ക്ഷാമത്തിലേക്ക് നയിക്കുന്ന ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനിൽ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിന് വഴിയൊഴുക്കുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. അത് ഡ്രസ് ആയാലും, ഫുഡ് ആയാലും, ടോയ്സ് ആയാലും, ഈവൻ എഡ്യൂക്കേഷൻ ആയാലും. 1.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കിൻഡർ ഗാർഡൻ കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത്. ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. സോ ഏർലി പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ സ്കൂളിങ്ങിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, LKG, UKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. 7736106346 9495233154. ന്യൂസ് ഡെസ്ക് IBN മലയാളം.